ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അംബർല ഫ്രോക്കിന്റെ പാറ്റേൺ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിന്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ്സസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് 1 മുതൽ തന്നെ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ഓരോ ക്ലാസ്സസും കണ്ടിന്യൂസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ഡിറിയ ഫാഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മളിന്ന് അംബ്രല ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മളൊരു അംബ്രല സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അംബ്രല ഫ്രോക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ പേപ്പർ എടുത്തിട്ടുണ്ട്, അതുപോലെ സ്കെയില്, പെൻസിൽ, നമ്മുടെ മെഷറിംഗ് ടേപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പാറ്റേൺ പേപ്പർ ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു പോർഷന് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. നമ്മൾ നമ്മുടെ മാക്സിമം വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പാറ്റേൺ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബോഡി പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അംബ്രല ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബോഡി പാർട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സീം അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു 1 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് താഴത്തോട്ട് എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ മോളുടെ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. സോ ഞാൻ വേസ്റ്റ് ലെങ്ത്ത് 10 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം നമ്മൾ ഒരുപാട് ഗാർമെൻറ്റ്സിൻ്റെ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബോഡി പാർട്ട് എങ്ങനെ ചെയ്തെടുക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. 1/4 ഓഫ് ചെസ്റ്റ് മൈനസ് ½ ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷന്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ എക്സാക്ട് മുമ്പിൽ നമ്മുടെ കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് മെഷർമെൻറ്റ് അവരുടെ നിന്ന് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് എടുത്തിരിക്കുവാണ് കേട്ടോ. അപ്പം എനിക്കിവിടെ മെഷർമെൻറ്റ് കിട്ടിയിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. ചെസ്റ്റ് ലെങ്ത്ത് ഞാൻ 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ½ ഓഫ് ഷോൾഡർ എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. ഓക്കെ, ഇവിടെ എൻ്റെ മോളുടെ ഷോൾഡർ എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. സോ ഞാൻ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റ് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ ഒരു ചെസ്റ്റ് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ചെസ്റ്റ് റൗണ്ട്, അതായത് ചെസ്റ്റ് വിഡ്ത്ത് ഉണ്ടല്ലോ, അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ചെസ്റ്റ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4 ഓഫ് ചെസ്റ്റ് പ്ലസ് ½ ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പം എൻ്റെ മോളുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ അത് 1/4 ഓഫ് ചെസ്റ്റ് പ്ലസ് ½ ഇഞ്ച് വെച്ച് ചെയ്യുമ്പം നമുക്ക് 6.5 ഇഞ്ചാണ് കിട്ടുന്നത്. സോ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഷോൾഡർ 5 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തത്, ആ ഒരു സെയിം 5 ഇഞ്ച് നമുക്ക് ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ നമ്മൾ 6.5 ഇഞ്ചാണല്ലോ എടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 6.5 ഇഞ്ച് കറക്റ്റ് ഇവിടെയും മാർക്ക് ചെയ്ത് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് മെഷർമെൻറ്റ് അവരുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഏകദേശം ഒരു രൂപമായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്ക് മെഷർമെൻറ്റും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഇതും ഒക്കെ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഞാനിവിടെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1/12 ഓഫ് ചെസ്റ്റ് പ്ലസ് ½ ഇഞ്ച് അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാം.
പിന്നെ നെക്കിൻ്റെ ഡെപ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഹാഫ് നമുക്കൊന്ന് കാണാം. ഇതിപ്പം 5.5 ഇഞ്ചാണുള്ളത്. സോ നമ്മൾ 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊരു 1/4 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പോയിന്റിലൂടെ വന്ന് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് ആം ഹോൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കേർവായിട്ട് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്ക് നെക്കിൻ്റെ ഡെപ്താണ്. അപ്പോൾ ബാക്ക് നെക്കിന് ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഞാൻ ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വേസ്റ്റ് പോർഷനിൽ ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്ത് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജസ്റ്റ് അവിടെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പലരും ഈ ഒരു 1/2 ഇഞ്ച് പലരും സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് കൂടുതൽ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചെയ്യാം, അല്ല നമുക്കൊരു നോർമൽ മതി എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ബോഡി പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിന് 1/2 ഇഞ്ച് വെച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ബോഡി പാർട്ട് ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സൈഡിൽ 1 ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. താഴ്ഭാഗത്ത് ഞാൻ 1/2 ഇഞ്ച് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു ത്രെഡ് കട്ട് ചെയ്യുന്നത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ് കേട്ടോ. രാത്രി ഇപ്പോൾ ഏകദേശം ഒരു 11:30-11:45 ആയിട്ടുണ്ട്. എൻ്റെ പേപ്പർ കട്ട് ചെയ്യുന്ന കത്രികയാണെങ്കിൽ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡ് കട്ട് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അടുത്തുള്ളത് നമ്മൾ എന്താ പറയുക, ക്ലോത്ത് കട്ട് ചെയ്യുന്ന കത്രികയാണ്. പക്ഷെ അത് എടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. സോ നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് ബാക്ക് പാർട്ടാണല്ലോ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്കിൻ്റെയും അതുപോലെ ആം ഹോളിനെ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്കേർട്ട് പാർട്ടാണ് ചെയ്തെടുക്കാനുള്ളത്. നമ്മൾ ബോഡി പാർട്ടിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അബ്രല്ല ഫ്രോക്ക്, ഫ്രണ്ട് പാർട്ട്, കട്ട് നമ്പർ 1, സീം അലവൻസ് വിത്ത് സീം അലവൻസ്, സ്റ്റൈൽ നമ്പർ ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മുടെ സ്കേർട്ട് പോർഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാറ്റേൺ പേപ്പർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫോൾഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു 1 ഇഞ്ച് മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/6 ഓഫ് വേസ്റ്റ് റൗണ്ട്, അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 1/6. ഓക്കെ, അപ്പോൾ നമ്മുടെ എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. സോ 22ൻ്റെ 1/6 എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. സോ ഞാൻ ഇവിടുന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സെയിം 3.5 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിനി ജസ്റ്റ് ഇവിടെ ഇതുപോലെ ഒന്ന് ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുകളിലൊരു 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. സോറി, സൗണ്ടിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതാണ്. അപ്പോൾ നമ്മൾ മുകളിൽ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടുന്ന് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലൈന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. നമ്മൾ 1/6 വേസ്റ്റ് റൗണ്ടിൻ്റെ 1/6 കണ്ടപ്പം നമുക്ക് 3.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3.5 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 17 ഇഞ്ചാണ്. സോ ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 17 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴത്തോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ഇവിടെ നിന്ന് താഴത്തോട്ട് നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സൈഡിലും 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ ഈ ഒരു സൈഡിലും 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഇവിടേക്ക് ഒരു 3.5 ഇഞ്ച് നമ്മൾ ഇവിടേക്ക് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ 1/6 ഓഫ് വേസ്റ്റ് റൗണ്ട്. ആ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് കേർവി ആയിട്ട് വരച്ചു കൊടുക്കാം. ഓക്കെ, വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് 1-2 പോർഷൻസിൽ ഇതുപോലെ 17 ഇഞ്ച് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ചെയ്തല്ലോ സെയിം പോലെ തന്നെ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത പോർഷനിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ടായി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് എല്ലായിടത്തും സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കേർട്ട് പോർഷന് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് മോൾ ഭാഗത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. താഴെ പോർഷനിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. നമുക്കിവിടെ ഫോൾഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോൾഡിങ് ചെയ്യുന്നുണ്ട്.
അതുപോലെ നമ്മുടെ ഈ ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെ ഗ്രെയിൻ ലൈൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് വൈസ് ആയിട്ടുള്ള ഗ്രെയിൻ ലൈനാണ് വരുന്നത്. ഇതുപോലെയുള്ള ഗ്രെയിൻ ലൈനാണ് നമുക്ക് വരുന്നത്. നമ്മൾ നോർമലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രെയിൻ ലൈൻസ് ആണല്ലോ വരക്കാറുള്ളത്. ഈ ഒരു അംബ്രല്ല സ്കേർട്ടിൽ നമുക്ക് ക്രോസ് വൈസ് ആയിട്ടുള്ള ഗ്രെയിൻ ലൈനാണ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. സോറി, നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെയും ഫോൾഡിംഗ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കട്ടിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അംബ്രല്ല സ്കേർട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. സോ നമുക്ക് ഇവിടെയും ഫോൾഡിംഗ് ആണ് വരുന്നത്. ഞാൻ അന്നേരം വിട്ടുപോയതായിരുന്നു. ഓക്കെ, നമുക്ക് ഇവിടെയും ഫോൾഡിങ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. താഴത്തെ പോർഷനിൽ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ് ലൈൻസ് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കട്ടിങ് ലൈൻസും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ലൈനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം. നമ്മളിത് അംബ്രല്ല ഫ്രോക്കാണ് വരുന്നത്. സ്കേർട്ട് പാർട്ടാണ് വരുന്നത്. കട്ട് നമ്പർ 1 വിത്ത് സീം അലവൻസ് ആണ്. സ്റ്റൈൽ നമ്പർ #021 നമ്മൾ കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ബോക്സിലാക്കാം. ഓക്കെ, നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് പോർഷനും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാറ്റേൺ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പേപ്പറും ഫോൾഡ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ അംബ്രല്ല സ്ലീവ് ആണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അംബ്രല്ല സ്ലീവ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മളതുപോലെ അംബ്രല്ല സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ നമ്മുടെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴത്തോട്ട് നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 6 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം മെഷർമെൻറ്റ് തന്നെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ 6 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു 6 ഇഞ്ച് തന്നെ നമുക്ക് താഴത്തോട്ട് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് 6 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 6 ഇഞ്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു 4 ഭാഗത്തും നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ ഇവിടെയും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിനി ഇവിടെയും നമുക്ക് 6 ഇഞ്ചാണല്ലോ നമ്മൾ ഇങ്ങോട്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആ ഒരു സെയിം 6 ഇഞ്ച് തന്നെ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഒന്ന് കേർവി ആയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോൾ നമ്മൾ ഈ ഒരു പോർഷനിലാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ആം ഹോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/6 ഓഫ് ചെസ്റ്റ് പ്ലസ് 1 ഇഞ്ചാണ്. ഓക്കെ, ഞാനൊന്നുകൂടി പറയാം. 1/6 ഓഫ് ചെസ്റ്റ് പ്ലസ് 1 ഇഞ്ച്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. നോട്ട് ചെയ്ത് വെക്കുന്നതാവും കൂടുതൽ ബെറ്റർ, കാരണം നമുക്ക് എപ്പോഴെപ്പോഴും വീഡിയോ എടുത്ത് നോക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു റഫിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ആവും പിന്നെ. അപ്പം നമ്മുടെ അംബ്രല്ല സ്ലീവിൻ്റെ ആം ഹോൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് 1/6 ഓഫ് ചെസ്റ്റ് പ്ലസ് 1 ഇഞ്ച്. അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ 24ൻ്റെ 6th കാണുകയാണ്, 6th പ്ലസ് 1 ഇഞ്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന്, നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മിഡ് പോയിന്റ്, അതായത് 5 ഇഞ്ചിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. ആ ഒരു 2.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു 3/4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 3/4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കർവ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആം ഹോൾ ചെയ്തെടുത്തു. നമ്മുടെ അംബ്രല്ല സ്ലീവിന് നമ്മൾ സെപ്പറേറ്റ്, ഫ്രണ്ടിന് സെപ്പറേറ്റ്, ബാക്കിന് സെപ്പറേറ്റ് ആം ഹോളൊന്നും ചെയ്യാറില്ല. നമ്മൾ ഒറ്റ ആം ഹോൾ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ സീം എലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് സീം എലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെയും ഒരു 1/2 ഇഞ്ച് നമുക്ക് സീം എലവൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ സീം എലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള പോർഷൻസൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കളയാം. നമുക്കിനി നമ്മുടെ മാർക്കിങ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സ്റ്റിച്ചിങ് ലൈൻസ് വരുന്നുണ്ട്. അതും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഫോൾഡിംഗ് ആണ് വരുന്നത്. ഹോളിൻ്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഫോൾഡിങ് വരുന്നുണ്ട്. ഈ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൾഡിംഗ് ആണ് കേട്ടോ വരുന്നത്. അവിടെ നിന്നാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രെയിൻ ലൈന്, നമ്മുടെ അംബ്രല്ല സ്ലീവിൻ്റെ ഗ്രെയിൻ ലൈനും ഇതുപോലെ തന്നെയാണ് വരുന്നത്.
സ്ട്രൈറ്റ് ആയിട്ടല്ല വരുന്നത്. ഓക്കെ, നമുക്ക് കട്ടിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ കട്ടിങ് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മളിത് അംബ്രല്ല ഫ്രോക്കാണ്. അതുപോലെ സ്ലീവ് പാർട്ടാണ് വരുന്നത്. കട്ട് നമ്പർ 2 വരുന്നുണ്ട് വിത്ത് സീം അലവൻസ്. സ്റ്റൈൽ നമ്പറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊരു ഗ്രീൻ ബോക്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലീവും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അംബ്രല്ല ഫ്രോക്കിൻ്റെ എല്ലാ പാറ്റേൺസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് അതുപോലെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. അതുപോലെ അതിലേക്കുള്ള സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അംബ്രല്ല സ്കേർട്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ അംബ്രല്ല ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അത് മാത്രമല്ല നമ്മുടെ ലാസ്റ്റത്തെ കിഡ്സ് വെയർ ആണ് കേട്ടോ ഇത്. ഇനി നമ്മൾ കിഡ്സ് വെയർ ചെയ്യുന്നില്ല ഈ ഒരു കോഴ്സിൽ. ഇനി നമ്മൾ നേരെ ലേഡീസ് വെയറിലോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 5 കിഡ്സ് വെയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലേഡീസ് വെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഒരു കിഡ്സ് വെയർ ആണ് ഈ ഒരു അംബ്രല്ല ഫ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ ഉള്ള ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കറണ്ട് ഒന്ന് പോയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസും നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.